അങ്ങനെ നമ്മുടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഈ കൊല്ലത്തത് കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത ഒരു 5 വർഷം കഴിഞ്ഞിട്ടാണ് ഇതുപോലത്തെ ഒരു തെരഞ്ഞെടുപ്പൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഒരുപാട് രസകരമായ സംഭവങ്ങളൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിൽ ഇന്ന് കണ്ട ഒരു സംഗതി നേരത്തെ വന്നതായിരിക്കും, ഞാനത് ഇന്നാണ് കാണുന്നത്. രസകരം കൗതുകരം എന്നൊക്കെ പറയാമെങ്കിലും വലിയൊരു അപകടം പതിയിരിക്കുന്ന ഒരു ചെറിയൊരു വീഡിയോ. അങ്ങനെ വൈറലായിട്ട് എല്ലാവരും കണ്ടൊന്നുമല്ല, തികച്ചും പ്രാദേശികമായിട്ട് വന്നൊരു സാധനം. പക്ഷെ അതിലൊരു ചെറിയ പ്രശ്നമുണ്ട് എന്നുള്ളതുകൊണ്ട് അതൊന്ന് പറയാണ്. അതിൻ്റെ സബ്ജക്റ്റ് ഇതാണ്: പ്രവാസികളായിട്ടുള്ള ആളുകൾ, ഗൾഫുകാരൊക്കെ വന്നിട്ട് വോട്ട് ചെയ്ത് പോയി കളയുന്നു എന്നതാണ് നമ്മുടെ ആളുടെ പ്രശ്നം. ഗൾഫിൽ നിന്ന് ആളുകൾ കൂട്ടമായിട്ട് വരിക, എന്നിട്ട് വോട്ട് ചെയ്യുക, ഏതൊരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്നതാണ് പ്രശ്നം. അപ്പം അതിന് ആ വീഡിയോയിൽ തന്നെ വേറെ ആൾ കൗണ്ടർ ചെയ്യുന്നുണ്ട്. ആ പ്രവാസികളായിട്ട് ആളുകളാണ് പല സേവന പ്രവർത്തനങ്ങളിലും, പിന്നെ പ്രാദേശികമായിട്ടുള്ള കുടിവെള്ളം, അതുപോലെ റോഡ്, ഇങ്ങനെയുള്ള പല സംഗതികൾക്കും പിന്നെ ഫണ്ട് തികയാതെ വരുമ്പോൾ, ഇപ്പോൾ പഞ്ചായത്തിൻ്റെയോ മുനിസിപ്പാലിറ്റിയുടെ ഒക്കെ ഫണ്ട് തികയാതെ വരുമ്പം അതിന് സഹായം കൊടുക്കുന്നത് ഈ പിന്നെ പ്രവാസികളായിട്ടുള്ള ആളുകളൊക്കെയാണ്. അപ്പം അതുകൊണ്ട് അവരെ നമ്മൾ അങ്ങനെ അങ്ങോട്ട് ഒഴിവാക്കാൻ പറ്റില്ല എന്നൊക്കെ അതിന് പറയുന്നുണ്ട്. അതിനപ്പുറം നമ്മുടെ നാട്ടിൽ വലിയൊരു പ്രക്ഷോഭം, അത് ഒരു സൈലൻ്റായ രീതിയിലൊക്കെയാണ് നടക്കുന്നതെങ്കിലും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് പ്രവാസി വോട്ടുമായി ബന്ധപ്പെട്ട സംഗതിയാണ്. പ്രവാസികൾക്ക് വോട്ട് വേണം. അവർക്ക് ഇവിടെ വരാതെ തന്നെ ഇപ്പോൾ പോസ്റ്റൽ വോട്ടൊക്കെ പോലത്തെ ഏതെങ്കിലും സംവിധാനത്തിൽ അവർക്ക് വോട്ട് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കണം എന്നൊക്കെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗവൺമെന്റ് പോലും, കേന്ദ്ര ഗവൺമെന്റോ സംസ്ഥാന ഗവൺമെന്റോ ഒക്കെ തന്നെ അതിനുള്ള ചില ആലോചനയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ അത് വേണ്ടത്ര കൊണ്ട് മുന്നോട്ട് പോകുന്നില്ല. അപ്പം ഇങ്ങനത്തെ ഒരു പശ്ചാത്തലത്തിലാണ് പ്രവാസികൾ വന്ന് വോട്ട് ചെയ്ത് കളയുന്നു എന്നത് ഒരു വലിയ പ്രശ്നമായിട്ട് അവതരിപ്പിക്കുന്നത്. അതിൽ ഒരു കാര്യം ഈ പറഞ്ഞ മറുപടി തന്നെയാണ്. ഈ പ്രവാസികൾ ഈ നാട്ടുകാരാണല്ലോ, അവർ ഈ നാട്ടിലെ പല സംഗതികളിലും ഇടപഴകുന്നുണ്ടല്ലോ, അവരുടെ സഹായം കൊണ്ടാണല്ലോ ഇവിടെ പല പ്രവർത്തനങ്ങളും നടക്കുന്നത്. അതുകൊണ്ട് എന്തിനാണ് അവർ വോട്ട് ചെയ്യുന്നതിനെ എതിർക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന് പ്രത്യേകിച്ചൊന്നും പറയാനൊന്നും ഉണ്ടാവില്ല. പിന്നെ അതിൽ പറഞ്ഞൊരു സംഗതി, അവർ ഇവിടുത്തെ കാര്യങ്ങളൊന്നും മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ പിന്നെ എന്താണ്, ഏത് സ്ഥാനാർത്ഥിയാണ്, ആ സ്ഥാനാർത്ഥിയുടെ സംഗതികൾ എന്താണെന്നും പഠിക്കാനൊന്നും അവർ കഴിയുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. അതൊക്കെ ഏതൊരു മനസ്സ് വെച്ചാണ്, എങ്ങനെയാണ് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഗൾഫിലാണെങ്കിലും ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും ഇന്ന് നമ്മുടെ നാട്ടിലെ ഓരോ അനക്കങ്ങളും കൃത്യമായിട്ട് അറിയാവുന്ന സംവിധാനങ്ങളുണ്ട്. എന്ന് മാത്രമല്ല, ഈ മനുഷ്യന്മാരൊക്കെ അതിലൊക്കെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നുമുണ്ട്. അവരവരുടേതായ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്, വേണ്ടിടത്തൊക്കെ അവർ ഇടപെടുന്നുണ്ട്, അവർ തിരുത്തേണ്ടത് സംഗതികൾ തിരുത്തണം എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ അവരും നമ്മുടെ കൂടെ തന്നെ നടക്കുകയാണ്. പിന്നെ ഈ നാട്ടിൻപുറത്ത് അങ്ങാടി കൂടെ ഇങ്ങനെ അവർ ഇറങ്ങി നടക്കണം എന്ന് വാശി പിടിച്ച് നടക്കൂലല്ലോ. അപ്പോൾ പ്രവാസികൾ വന്ന് വോട്ട് ചെയ്യുക എന്നുള്ളത് വലിയൊരു പ്രശ്നമായിട്ട് കാണേണ്ടതില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. മാത്രമല്ല, അതങ്ങനെ പ്രശ്നമായി കാണുന്നത് ഒരു വലിയ പ്രശ്നം തന്നെയാണ്.